ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ZS3-ൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഫോം ഷീറ്റിലാണ്. ഇതിൻ്റെ ഫ്രണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കുറച്ച് പുട്ടിയിട്ടാൽ റെഡിയാവും, ഒരു സ്ക്രാച്ച് പോലെ തോന്നും. പിന്നെ ഇത് BS6 ആണ് ഇതിന് മോഡൽ തന്നെ. ഉള്ളിൽ നെറ്റൊക്കെ വെച്ചിന്. BS6 എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടത്തെ ഗ്ലാസ് കുറച്ച് ഫ്രണ്ട് കൈക്കാരോ കഴിഞ്ഞിട്ടേക്കാരും ഡോർ വരിക. നമ്മൾ സൈഡിലൊക്കെ ഡിക്കി വരുന്നുണ്ട്, ബാക്കിലും ഡിക്കി വരുന്നുണ്ട്. ZS3 തന്നെ ബാക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഡിക്കി സ്പേസ് ഒക്കെ ഞാൻ അത്യാവശ്യം വലുതാക്കി തന്നെയാണ് ഇതാക്കിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ സൈഡ് കുറച്ച് ചെരിച്ചിട്ട് വേണം നമ്മൾ വെക്കാൻ. സൈഡ് അലൈൻമെൻ്റ് ഒന്നും വലിയ കുഴപ്പമില്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി വീലാർച്ച് വെച്ചിട്ട് വീലാർച്ച് വെക്കണം. അതുപോലെ ഈ സൈഡത്തൊരു ഡിക്കിൻ്റെ ഡോർ വെക്കണം. അപ്പോൾ ഡിക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരിക ഒരു ബോക്സ് ആയിട്ട്. നമ്മൾ സൈഡ് ടോട്ടലി ലെഫ്റ്റ് സൈഡ് 2 ഡിക്കും റൈറ്റ് സൈഡ് 3 ഡിക്കും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ചേസ് വരുന്നുണ്ട്. ചേസ് നമ്മൾ ഫോം ഷീറ്റ് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയാണ്. ടയർ നമ്മൾ കൊടുത്തിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര പെർഫെക്ഷൻ കുറവായി തോന്നി, അതുകൊണ്ടാണ് ടയർ ഒഴിവാക്കിയത്. പിന്നെ സൈഡ് വ്യൂ ഇങ്ങനെ തന്നെ. പിന്നെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് നമ്മളിങ്ങനെ ചെരിച്ചെടുക്കണം. ആ മേലത്തെ ഗ്ലാസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ചെരിച്ചെടുക്കണം, എന്നാലേ റെഡി ആവുള്ളൂ. അതുപോലെ നമ്മൾ ഫ്രണ്ട് എന്ന് വെച്ചാൽ വളച്ചല്ല എടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ കുറച്ച് പീസ് വെച്ചിട്ടാണ് ഫ്രണ്ടിലത്തെ കൗള് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്നാലേ നമുക്ക് പെർഫെക്ഷൻ കിട്ടുള്ളൂ. പിന്നെ ഈ ബസ്സിൻ്റെ ഫ്രണ്ടും റെഡിയാക്കണം. ഇത് ഫുൾ റെസ്റ്റോറേഷൻ്റെ വീഡിയോ ഉണ്ടാവും. ബൈ.